ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ആഫ്റ്റർ 3 weeks ലിജോയും സാറയും കൂടെ മറ്റന്നാൾ തിരിച്ചു വരികയാണ്. സോ ഐ എം ഗെറ്റിംഗ് റെഡി ഫോർ ദെയർ അറൈവൽ. മൂന്നാഴ്ച മാർക്കിട്ടിയത് അറിഞ്ഞോന്ന് ചോദിച്ചാൽ അറിഞ്ഞു. ബിക്കോസ് ഭയങ്കര ഒരു ക്വയറ്റ്നെസ് ഒക്കെ ആയിരുന്നു വീട്ടിൽ. ഒരു ഭയങ്കര ലോസ്റ്റ് ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും വളരെ ഫാസ്റ്റായിട്ട് പോയി. ലൈക്ക് വി വർ ഡൂയിങ് സോ മച്ച്. ആൻഡ് പിന്നെ നമ്മുടെ ഡെയിലി റുട്ടീൻ ലൈഫൊക്കെ തന്നെ നല്ല ഫാസ്റ്റായിട്ട് പോവുമല്ലോ. ലൈക്ക് സ്കൂൾ ആൻഡ് വർക്ക് ആൻഡ് അതെല്ലാം കൂടെ ആകുമ്പോൾ തന്നെ ഫാസ്റ്റായിട്ട് പോകും. ദ ഗുഡ് തിങ് വാസ് മോളുടെ ആദ്യമായിട്ടാണല്ലോ എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നത്. സോ ഐ വാസ് ലൈക്ക് ലിറ്റിൽ അവളെങ്ങനെ ആയിരിക്കും. നമുക്ക് നമ്മുടെ പിള്ളേരെ അറിയാം. അപ്പം ഐ ന്യൂ ഹൗ ഷീ വുഡ് ബി. പക്ഷേ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, ബിക്കോസ് വി കാൺട്ട് സേ ഫോർ ഷുവർ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ തന്നെയായിരുന്നു. ലൈക്ക് she likes that kind of attention and she likes being around people. അപ്പോൾ അവളുടെ ആ ഒരു ബിഹേവിയർ ഫുള്ളായിട്ട് അവൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇത്. ആൻഡ് ഷീ അബ്സല്യൂട്ട്ലി യൂസ്ഡ് ഇറ്റ് ആൻഡ് ഷീ റിയലി എൻജോയ്ഡ്. ഞാനൊക്കെ ഇപ്പോൾ വിളിച്ചാൽ തന്നെ അവൾ പറയും ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു യു മമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. അവൾ കുറച്ചുകൂടെ എന്നോട് ഫോണിലൊക്കെ മിണ്ടിയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സന്തോഷമായേനെ. പക്ഷേ അവൾ വിളിക്കുമ്പോൾ തന്നെ ഐ വോണ്ട് ടോക്ക് എന്നൊക്കെ പറയും, കട്ടി ഐ വോണ്ട് കം എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ആൾ ഓക്കെ ആയിരിക്കും. സോ ഐ നോ ദാറ്റ്. എന്നാലും ഐ തിങ്ക് ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് അയ്യോ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര സങ്കടം അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഐ എം ഓക്കെ, ബിക്കോസ് അവളവിടെ ഹാപ്പിയാണെന്ന് അറിയാം. സോ ദാറ്റ്സ് ദെയർ. ഇറ്റ്സ് ഒരു ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ലൈക്ക് എന്താ പറയുക, ഐ തിങ്ക് ഞാൻ പോവാഞ്ഞത് ഒരു ഓഫ് കോഴ്സ് മോൻ്റെ സ്കൂളൊക്കെ ഉണ്ട്. പക്ഷേ അതുണ്ട് ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഐ തിങ്ക് എൻ്റെ ഒരു മെൻറ്റൽ ഹെൽത്തിനും കൂടെ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇത്തവണ പോവാഞ്ഞത്. ബിക്കോസ് എനിക്ക് ഓഫ് കോഴ്സ് നാട്ടിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മൈ പേരൻസ് ആർ ദെയർ, മൈ സിസ്റ്റർ, മൈ ഗ്രാൻഡ് മദർ, ദെയർ ഓൾ ദെയർ ഫാമിലി ഈസ് ദെയർ. ആൻഡ് നല്ല അടിപൊളി ഫുഡ് കഴിക്കാം, അതെല്ലാം ഉണ്ട്. 100% ഇറ്റ്സ് ഓൾ ദെയർ ആൻഡ് എവറിത്തിങ്. പക്ഷേ എവിടെയോ ഐ ഓൾസോ വാണ്ടഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്പേസ് ഫോർ മൈ സെൽഫ്. ആൻഡ് ഐ തിങ്ക് അത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു എക്സ്പ്ലെയിൻ ഇറ്റ് അതെന്താണെന്ന്. ബിക്കോസ് എനിക്ക് ചിലപ്പം ഐ ഫീൽ സോ ഓവർവെൽംഡ്. ലൈക്ക് നമ്മുടെ ഡെയിലി ലൈഫ് തന്നെ ഇപ്പം രാവിലെ ഒരു 6 മണിക്കായിരിക്കും എണീക്കുന്നത്. ആൻഡ് ദെൻ ദെയർ സ്കൂൾ ഡ്രോപ്പ് ഓഫ് ആൻഡ് സ്കൂൾ ലഞ്ച് പാക്കിങ് ആൻഡ് ഡേ കെയർ ഡ്രോപ്പ് ഓഫ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ജോലി, വീട്ടിലെ കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഐ ഹാവ് ടു ലുക്ക് അറ്റ് മൈ സോഷ്യൽ ഇൻട്രാക്ഷൻസ്, ഐ ഹാവ് ടു ലുക്ക് അറ്റ് മൈ ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, സ്ലീപ്പ്. ഇതെല്ലാം ഒരു ഡേയിൽ പാക്ക് ചെയ്ത് വരാനായിട്ട് സംടൈംസ് ഇറ്റ് റിയലി ബിക്കംസ് വെരി ഓവർവെൽമിങ്. അപ്പം നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാറുണ്ട്. ഇപ്പം പിള്ളേരുടെ സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റില്ല, പിള്ളേർ വന്നു കഴിയുമ്പോൾ ഫുഡ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ദോസ് ആർ ദ എസെൻഷ്യൽ സർവൈവൽ തിങ്സ്. അപ്പോൾ അതൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് നോക്കിയിട്ട്, ഇപ്പോൾ ചിലപ്പോൾ അതൊരു വെൽബീയിങ് ആയിരിക്കാം, ചിലപ്പോൾ സ്ലീപ്പായിരിക്കാം, അതൊക്കെയാണ് നമ്മൾ മാറ്റി വെച്ച് സ്കിപ്പായിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾ ഓഫ് ദാറ്റ് ആഡ്സ് അപ്പ്. പയ്യെ ഇറ്റ് ജസ്റ്റ് ആഡ്സ് അപ്പ് ആൻഡ് അത് നമ്മളെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് മറക്കുക. ഇപ്പം ഒരു കാര്യം എന്നോട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കത്ത് പോലും ഇല്ല എന്താ പറഞ്ഞതെന്ന്. ലൈക്ക് അത് ബ്രെയിനിൽ അങ്ങോട്ട് രജിസ്റ്റർ ആവുന്നില്ല എന്താ പറഞ്ഞതെന്ന്. ആൻഡ് ഐ ഫൗണ്ട് ദാറ്റ് വെരി കൺസേണിങ് ബിക്കോസ് ദാറ്റ്സ് നോട്ട് റൈറ്റ്. അങ്ങനെയൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. ആൻഡ് അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ബ്രെയിനിങ്ങനെ ഓവർ സ്റ്റിമുലേറ്റഡ് ആകുമ്പോഴാണ് ഈ പറയുന്ന മെമ്മറി, നമ്മൾ ചില കാര്യങ്ങൾ മറക്കുന്നതും ഒക്കെ വരുന്നത്. സോ ഐ വാണ്ടഡ് എ റീസെറ്റ് ഫോർ ദാറ്റ്. ആൻഡ് ഈ ഒരു 3 weeks ശരിക്കും പറഞ്ഞാൽ ഐ സർപ്രൈസ് മൈ സെൽഫ്. ലൈക്ക് ഇത്
പേരൻസ് ഓഫ് മോർ ദൻ വൺ ചൈൽഡിന് പ്രോബ്ലി റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം പേരൻസ് ആകുമ്പോഴത്തേനും നമുക്ക് ആ ഒരു വൺ ചൈൽഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഓവർവെൽമിങ് ആയിരിക്കും. അവരുടെ എല്ലാ കാര്യം നോക്കണം, അങ്ങനെയല്ല. അത് കഴിഞ്ഞിട്ട് വെൻ യു ഹാവ് 2 kids, when you go back to like one child temporarily, അത് ഭയങ്കര ഒരു വെക്കേഷൻ പോലെ ആയിരിക്കും. ബിക്കോസ് നമുക്ക് ഒരുപാട് ടൈമൊക്കെ ഇങ്ങനെ ഉള്ള പോലെ. കാരണം ഒരാളെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, അവരെ മാത്രം നോക്കിയാൽ മതി. അവരുടെ അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിയിട്ടുള്ള ഫൈറ്റ്സും നമ്മൾ നോക്കണ്ട. ഇവർക്ക് ഫുൾ അറ്റൻഷൻ കിട്ടുന്നതുകൊണ്ട് അവരുടെ ടാൻഡ്രംസ് കുറവായിരിക്കും, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടൈമിൽ മോനായിട്ടാണെങ്കിലും എനിക്ക് അങ്ങനെ വലിയ അടികളൊന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. I've been giving him my full attention. മറ്റേതിങ്ങനെ സ്പ്ലിറ്റായി പോവല്ലോ, അതുപോലെ തന്നെയാണ് കേട്ടോ അവൾക്ക് അവിടെ. ബിക്കോസ് അവൾക്ക് അവിടെ ഫുൾ അറ്റൻഷൻ കിട്ടുന്നതുകൊണ്ട് ഷീ ഈസ് ഓൾസോ വെരി ഹാപ്പി. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ. എന്നാലും നല്ല അടിയുണ്ട്, സിബ്ലിങ്സ് അല്ലേ, അതെന്തായാലും കാണുമല്ലോ. ബട്ട് അപ്പോൾ അടി വരുമ്പോഴത്തേക്കും നമ്മൾ എൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന ഷൗട്ടിങ്ങും കരച്ചിലും ഒക്കെ കേട്ട് കഴിയുമ്പോഴും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഓവർ സ്റ്റിമുലേറ്റഡ് ആവുമല്ലോ. അപ്പം അങ്ങനെ. ബട്ട് എനിവേസ് എനിക്കിപ്പം ലൈക്ക് ചെയ്യേണ്ടതെല്ലാം ഞാനിവിടെ ചെയ്തു. എനിക്ക് ലിജോയ്ക്ക് ഏറ്റവും പേടിയാണ് ഞാൻ വീടൊക്കെ ശരിക്കും ലോക്ക് ചെയ്യോ, സമയത്ത് വേസ്റ്റൊക്കെ പുറത്തിടുന്നത് സാധാരണ ലിജോയുടെ ജോലിയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അലാമൊക്കെ വെച്ചു ഫോണിൽ, അത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ. ബട്ട് ഐ തിങ്ക് അത്യാവശ്യമൊക്കെ മാനേജ് ചെയ്തു. അപ്പം ഐ എം ക്വൈറ്റ് ഹാപ്പി ലൈക്ക് വാട്ട് ഐ ക്യാൻ ഡൂ എന്ന ഒരു ഇത് പറ്റുമല്ലോ എന്നൊരു കോൺഫിഡൻസ്, ആ ഒരു ഓക്കെ ഐ കുഡ് ഡു ഇറ്റ്, ഇറ്റ് വാസ് നോട്ട് എ ബിഗ് ഡീൽ, അങ്ങനത്തെ ഒരു ഫീല് വന്നത് തന്നെ ഐ എം വെരി ഹാപ്പി ആൻഡ് വെരി പ്രൗഡ്. ഇനിയിപ്പം ബട്ട് and I got a lot of like ഒരു സെൽഫ് കെയറും. I went for massages. I did a lot of self-care things. I caught up with a lot of friends. I even like called a lot of friends I wasn't even in touch with for a long time. അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹോട്ട് ഫർണസിലോട്ട് ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിക്കില്ല, അങ്ങനത്തെ ഒരു റിഫ്രഷിങ് ഫീലായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സായിട്ടൊക്കെ ക്യാച്ചപ്പ് ചെയ്തപ്പം. സോ ഇറ്റ് ജസ്റ്റ് ഗേവ് മീ എ ലിറ്റിൽ സ്പേസ് ടു ഡു തിങ്സ് ദാറ്റ് ഐ വാസ് പുട്ടിങ് ഓഫ്. So that was really, really great. But I am very excited they're coming back. അയ്യോ, എനിക്കിങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ എയർപോർട്ടിൽ അവരിങ്ങനെ വരുന്ന അവളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതിൻ്റെ ഒക്കെ ഇങ്ങനെ ആ ഒരു സീൻ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ റിപ്പീറ്റായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Because now I'm just ready for them to come back. And I think even as a couple this was good. Because when we are in the same space, അവിടെ എപ്പോഴും ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ വി ടേക്ക് ഈച്ച് അതർ ഫോർ ഗ്രാൻറ്റഡ്. നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ആൻഡ് ആ ഒരു സ്പേസ് കിട്ടുമ്പോൾ, ആ ഒരു സ്പേസ് അവേ കിട്ടുമ്പോൾ, കപ്പിൾസ് ഇങ്ങനെ അവേ നിൽക്കണം എന്നല്ല, പക്ഷേ ആ ഒരു സ്പേസ് കിട്ടുമ്പം കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ചെയ്യുമ്പം നമുക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബിക്കോസ് ദെൻ വി ആർ ലൈക്ക് ഫോൺ വിളിക്കുമ്പം, വീഡിയോ കോൾ ചെയ്യുമ്പം ദാറ്റ് ടൈം ഇസ് ജസ്റ്റ് ഫോർ ദം. അപ്പം നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഇല്ല. വി ആർ ടോക്കിംഗ് ടു ഈച്ച് അതർ, വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഈച്ച് അതർ, ആൻഡ് ദാറ്റ് ഹാസ് ക്രിയേറ്റഡ് എ ലോങ്ങിങ് ടു സീ. അപ്പം ഐ തിങ്ക് ദാറ്റ് ഇസ് ഓൾസോ ഗ്രേറ്റ്. അപ്പം എനിവേസ് ദേ ആർ ഗോണ കം. ഐ ആം ഗോയിങ് ടു ഗെറ്റ് എവറിഥിങ് റെഡി ഫോർ ദം ടു കം. പക്ഷെ ലൈക്ക് വീടൊക്കെ ഓൾറെഡി നോക്ക്, ഇറ്റ്സ് ലൈക്ക് ക്ലീൻ. എനിക്കൊന്നും ചെയ്യാനില്ല. ഈ ദിവസങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. വിച്ച് മേക്സ് മീ തിങ്ക് ഇവിടെ ഏറ്റവും കൂടുതൽ മെസ്സാക്കുന്ന ലിജോ ആണോ സാറോ ആണോ? അതാണ് എനിക്കിപ്പോൾ ഉള്ള ഡൗട്ട്. ബട്ട് യെസ്, എന്തായാലും ഒന്ന് ക്വിക്കായിട്ട് എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്യട്ടെ. ആൻഡ് 2 ദിവസം ഉണ്ട്. സോ ഐ ബി ഡൂയിങ് ഇറ്റ് സ്ലോലി. ഇന്ന് മൈ പ്ലാൻ ഇസ് വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ആൻഡ് മേ ബി അവർ വരുന്ന ദിവസം, നാളെ ഐ എം വർക്കിംഗ്. സോ ആൻഡ് അവർ വരുന്ന ദിവസം ഐ ഓൾസോ ഹാവ് ടു do some dinner, or I have to make something. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ലെറ്റ് us start. ഇത്ര ലോങ് ഇൻട്രൊഡക്ഷൻ ആദ്യമായിട്ടായിരിക്കും. ബട്ട് yeah, let's start the day and welcome to my channel.
ഇന്നങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് മാറ്റണം. ആൻഡ് പിള്ളേരുടെ റൂം വീണ്ടും അവരുടെ റൂമാക്കി മാറ്റാണ്. അവരുടെ പ്ലാനറ്റ് തീംഡായിട്ടുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ട്. കാരണം ഇത്രയും ദിവസം അതൊരു സ്പെയർ ബെഡ്റൂം, ഒരു ഗസ്റ്റ് ബെഡ്റൂം ആക്കി വെച്ചേക്കായിരുന്നു. കാരണം മോൻ മാത്രം ഉള്ളതുകൊണ്ട് അവൻ എൻ്റെ കൂടെ തന്നെയാണ് കിടന്നത്. അപ്പോൾ ഇനിയിപ്പം പിള്ളേർ രണ്ടുപേരും കൂടെ ആയി കഴിയുമ്പോൾ വീണ്ടും അവരുടെ റൂമായിട്ട് തന്നെ അത് മാറ്റണം. ആൻഡ് അതുപോലെ പിന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ടൈഡി അപ്പ് മാത്രമേ ഉള്ളൂ ഇന്ന്. എനിക്ക് പൊതുവേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ ഓടി നടന്ന് ചെയ്താൽ എനിക്കത് ഭയങ്കര സ്ട്രെസ്ഫുള്ളും ഭയങ്കര ഒരു സ്ട്രെനവസ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് ഇങ്ങനെ പയ്യെ ഓവർ എ പീരിയഡ് ചെയ്തുകൊണ്ടിരുന്നാൽ 2-3 ദിവസം എടുക്കുമായിരിക്കും. എന്നാലും പയ്യെ എൻ്റെ ഒരു പേസിൽ എനിക്കത് ചെയ്യാൻ പറ്റും. ഞാൻ പൊതുവേ അതാണ് പ്രിഫർ ചെയ്യുന്നത്. ലിജോ വരുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രെപ്പ് ഈസ് ക്ലീനിങ് ദ കാർ. ലിജോ ഡസൻ കെയർ, വീടിന് നഖ ഇങ്ങനെ ആണെങ്കിലും നമുക്കൊരു വിഷയമേ അല്ല. പക്ഷെ കാർ എപ്പോഴും ടിപ്പ് ടോപ്പ് ആയിരിക്കണം. ആൻഡ് ഞങ്ങൾ തമ്മിൽ എപ്പോഴും അടി അതിനാണ്. കാരണം പിള്ളേരൊക്കെ ഉള്ളപ്പോൾ ഒബ്വിയസ്ലി മെസ്സി ആകും, ഡേർട്ടി ആകും. അപ്പോൾ ആൾക്ക് ഇഷ്ടമേ അല്ല കാറ് ഡേർട്ടി ആവുന്നത്. ഇറ്റ്സ് ലൈക്ക് ഹിസ് വെരി സ്പെഷ്യൽ പ്ലേസ്. അപ്പോൾ എനിവേസ് കാർ ഒന്ന് വൃത്തിയാക്കട്ടെ. ഞാനിവിടെ ഒരു വാക്യൂം, പ്രഷർ വാക്യൂം ഏരിയയിൽ വന്നിട്ടുണ്ട്. സോ നല്ല ഹൈ പവർ വാക്യൂം. അപ്പോൾ അത് വെച്ച് മൊത്തം ഒന്ന് വാക്യൂം ചെയ്തെടുക്കാം. ഐ മീൻ ഡു ദാറ്റ്. ഇവിടെ തന്നെ ബിന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാർ മാത്രമല്ല വൃത്തികേട്, ഇത്രയും അധികം സാധനങ്ങൾ കാറിൻ്റെ അകത്തൊക്കെ വരുന്നതല്ലേ, കാറിൻ്റെ അകത്തു നിന്നൊക്കെ വരുന്നതല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ. നമുക്ക് 4 മിനിറ്റ്സിലേക്ക് എടുക്കാം. സോ ദാറ്റ്സ് ക്വൈറ്റ്. ആ സമയത്ത് തന്നെ നമുക്ക് ഫ്രേഗ്രൻസും കൂടെ കിട്ടും. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹാർഡ്. ഇതാണ് സാധനം. 4 minutes. Thank you. നല്ല അടിപൊളിയായിട്ടുണ്ട്. ദാറ്റ്സ് പ്രോബബ്ലി ലൈക്ക് ദ ബെസ്റ്റ് $4 ഐ ഹാവ് സ്പെൻഡ്. വളരെ നല്ല പവറും ഉണ്ട്. ആൻഡ് $4 ഐ തിങ്ക് ഒരു 8 മിനിറ്റ്സോളം കിട്ടുന്നുണ്ട്. എനിക്ക് അത്ര ടൈം പോലും വേണ്ടി വന്നില്ല. കാരണം ആ പൈസയ്ക്ക് തന്നെ നമുക്ക് ഫ്രാഗ്രൻസ് അടിക്കാം. സോ നല്ലൊരു മണമുണ്ട് വണ്ടിക്കകത്ത്. സോ ദാറ്റ്സ് സോ ക്വിക്ക് ആൻഡ് ഈസി ആസ് വെൽ. ലൈക്ക് സോ ദാറ്റ്സ് ഓൾ ഡൺ. സോ ദാറ്റ്സ് ഡൺ. ഫൈനലി ദ ഡേ ഇസ് ഹിയർ. അവരിന്ന് വരുവാണ്. അവർ ഓൾറെഡി പ്ലെയിനിലൊക്കെ കയറിയിട്ടുണ്ട്. സോ ദേ ആർ ഓൺ ദ വേ. ഇന്നൊരു വൈകിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ലാൻഡ് ചെയ്യും. സോ ഞാൻ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ആദ്യം ചെയ്യട്ടെ. ബിക്കോസ് ഓഫ് കോഴ്സ് വീട്ടിലൊന്നും ഇല്ല, എല്ലാം തീർന്നു. സോ ഐ തോട്ട് ഐ മേക്ക് ഡിന്നർ ഓർ സംതിങ്. ഐ ഡോണ്ട് നോ ഇന്ന് അവരിപ്പോൾ ഡിന്നർ വീട്ടിൽ നിന്ന് കഴിക്കുമോ എന്നറിയില്ല. ബട്ട് ഐ സ്റ്റിൽ മേക്ക് എ ലിറ്റിൽ ആൻഡ് ജസ്റ്റ് കീപ്. ആൻഡ് വൈകിട്ട് അവരെ പോയി പിക്ക് ചെയ്യണം. ഷോപ്പിംഗ് ഫെൽറ്റ് വിയേർഡ്. എല്ലാം ഷോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഐ വാസ് ലൈക്ക് എന്താ മേടിക്കേണ്ടിയേ, യുനോ. ഞങ്ങളിപ്പോൾ 2 പേർക്ക് മാത്രം ഷോപ്പ് ചെയ്തിട്ട് എല്ലാവർക്കും വേണ്ടി എന്താ മേടിക്കേണ്ടിയെന്ന് പോലും ഭയങ്കര ഒരു കൺഫ്യൂഷനൊക്കെ പോലെ. എനിവേ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഐ ഹാവ് ടു സ്റ്റാർട്ട് ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഡിന്നർ പ്രെപ്പ്. അവർക്ക് അവിടെ ആണെങ്കിൽ അവരെത്തി, കോലലംപൂർ എത്തി. സോ ദാറ്റ്സ് ഗുഡ്. പക്ഷേ എന്തൊക്കെയോ ലൗഞ്ചിൻ്റെ ആക്സസ് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അത് ഫുൾ കൺഫ്യൂഷൻ ഒക്കെ ആയിരുന്നു. എനിവേ ദാറ്റ്സ് ഓൾ സോർട്ടഡ്. സോ നൗ വെയിറ്റിംഗ് ഫോർ ദം ടു കം ഹിയർ. I have to say these bin systems have been working really well. They've already been empty. So I'm just using exactly what I need. And ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് മേടിച്ചാൽ മതി അങ്ങനെയാണല്ലോ. ഇതിപ്പോൾ എന്തായാലും ഇന്ന് തീരും. ഇത് ഇല്ല, പക്ഷെ കുഴപ്പമില്ല. ഇറ്റ്സ് ജസ്റ്റ് അതുകൊണ്ട് ഫ്രിഡ്ജാണെങ്കിലും നല്ല ക്ലീൻ ആയിട്ടായിപ്പോൾ ഇരിക്കുന്നത് ഈ ഒരു ബിൻ സിസ്റ്റം ആയതുകൊണ്ട്. സോ ദിസ് ഇസ് ഡെഫിനറ്റ്ലി ബിൻ വർക്കിംഗ്.
കുറച്ച് ഡിന്നർ പ്രെപ്സ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം മേക്കിംഗ് എ പുലാവ് ആൻഡ് ബട്ടർ ചിക്കൻ. ആയി വരുന്നതേ ഉള്ളൂ. ബട്ട് യാ, റൈസ് ആയിട്ടുണ്ട്. പുലാവ് ആൻഡ് ബട്ടർ ചിക്കൻ. ചില ഐറ്റംസ് ഉണ്ടല്ലോ നമുക്ക് കണ്ണടച്ചുണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ്. അത് ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാം. വലിയ നമ്മൾ ഇങ്ങനെ ആലോചിക്കൊന്നും വേണ്ട. അങ്ങനത്തെ ഒരു ഐറ്റമാണ് എനിക്ക് ഈ ബട്ടർ ചിക്കൻ. ആൻഡ് എവറിബഡി കൈൻഡ് ഓഫ് ലൈക്സ് ഇറ്റ് ഓൾസോ. സോ വിൻ വിൻ. ആൻഡ് അതിൻ്റെ കൂടെ ഐ എം ജസ്റ്റ് ഗോയിങ് ടു മേക്ക് സം ബനാന ബ്രെഡ്. ബനാന ബ്രെഡ് ഐ എം ഓൺലി മേക്കിംഗ് ബിക്കോസ് ഈ പഴത്തിൻ്റെ അവസ്ഥ കണ്ടോ, എപ്പോഴും എനിക്കിതുപോലെ ഓവറായി ബനാനാസ് ഉണ്ടോ ഞാൻ ബനാന ബ്രെഡ് ഉണ്ടാക്കും. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് ദ ബനാനാസ്. So let me quickly make that as well. And പിള്ളേർക്ക് ഇഷ്ടം. And it's quite healthy as well. So yeah, let me make that. കേക്കുമായിട്ടുണ്ട്. കേക്ക് ആയോ എന്ന് അറിയാനായിട്ട് ഒരു ഫോർക്കോ സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് നടുക്കൊന്ന് ചെയ്താൽ മതി. സോ ഇഫ് ഇറ്റ് കംസ് ഔട്ട് ക്ലീൻ ഇറ്റ് മീൻസ് ഇറ്റ്സ് ഡൺ. സോ യാ, ദാറ്റ്സ് ഡൺ. ആൻഡ് ദ ചിക്കൻ. So yeah, this is like such a super easy butter chicken recipe. Onion and tomato and ginger garlic paste ഇതെല്ലാം കൂടെ ഒന്ന് സോട്ടേ ചെയ്ത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് സീവ് ചെയ്തെടുത്താൽ ദ ബേസ് പേസ്റ്റ് ഇസ് റെഡി. ആൻഡ് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ എയർ ഫ്രൈ, ഞാൻ എയർ ഫ്രൈ ആണ് ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഷാലോ ഫ്രൈയും കൂടെ ചെയ്യാം കേട്ടോ. This is so satisfying. I'm just gonna add a bit of butter. ഇത് എൻ്റെ സ്വന്തം വേർഷൻ ആട്ടോ. ദിസ് ഇസ് മൈ ഈസി വേർഷൻ. ഇറ്റ് ടേസ്റ്റ് ഗുഡ്, സോ ദാറ്റ്സ് ഓൾ ദാറ്റ് മാറ്റേഴ്സ്. Yeah, and we all like it. പിള്ളേർക്കും ഇഷ്ടമാണ് ബിക്കോസ് ഇതിനിപ്പോൾ എരിവില്ല, അതുകൊണ്ടാണ് പിള്ളേർക്ക് ഇഷ്ടം. ഞങ്ങൾക്കായിട്ട് എടുക്കുമ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് നമ്മൾ കുറച്ച് എരിവും കൂടെ ആഡ് ചെയ്യും. നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. ഇത് എസ്തെറ്റിക്കലി പ്ലീസിങ് ഒന്നും ആക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ മതി. പക്ഷേ ഇറ്റ് ഡസ് ദ ജോബ്. It's like a really healthy version of, it's quite healthy and tasty, and it's like a chocolate and banana cake. It's really good. അങ്ങനെ ഫൈനലി നമ്മൾ ഇറങ്ങുകയാണ് അവരെ പിക്ക് ചെയ്യാനായിട്ട്. What do you have in your hand? Okay. No, sure. Don't touch it. 1 second, wait. Sure. It's pink. Yeah. It has a cake. It's pink. It has a cooking set, dining table, food. അവളെ കയ്യിലാക്കാനായിട്ട് എന്താ വന്നു കഴിയുമ്പോഴത്തേന് ഐ ഡോണ്ട് വാണ്ട് മമ്മ എന്നൊക്കെ പറയാൻ ഞാൻ ചമ്പുവേ. അപ്പൊ കയ്യിലാക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഒക്കെ കാണിച്ച ശേഷോ. I don't want to. Okay. Bye. Cut the video. Okay, അപ്പൊ എന്തായാലും പോട്ടെ. അവര് എത്താറായി. 8 മണിക്കാണ് ലാൻഡിങ്. Are you excited? Yeah. Who are you more excited to come? Dad or Zara? Dad. Dad. Do you know Papa and Mama is also coming? After. Yeah, everybody coming. All right, let's go pick them up. So Cookie, now don't get jealous. പാവം കൊച്ച്. എന്തായാലും നീ ഫുൾ കഴിക്കില്ല. എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു എക്സൈറ്റ്മെൻറ്റും ടെൻഷനും അവർ വരുന്നതെല്ലാം ഓക്കെ ആവണേ എന്നൊക്കെ ഓർത്തിട്ടുള്ള ടെൻഷനും ഒക്കെ കൂടെ ഉള്ളൊരു മിക്സ്ഡ് ഫീലിങ്സ് ആയിരുന്നു. എനിക്കിങ്ങനെ ഈ എയർപോർട്ടിൽ ഇങ്ങനെ ഇരുന്ന ആൾക്കാരുടെ അറൈവൽസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോഴേ ഓരോരുത്തർക്കും ഓരോ സ്റ്റോറീസാണല്ലോ. അവരെത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും മീറ്റ് ചെയ്യുന്നത്, എന്താ സ്റ്റോറീസ് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തായാലും ഇവർ വരാനായിട്ട് കാത്തിരിക്കുകയാണ്. കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യുന്നത്. എനിവേ അവരെത്തി എന്നൊക്കെ പറഞ്ഞു. ആൻഡ് ഫൈനലി ദേ ആർ ഹിയർ. ആ ഒരു ഫീലിംഗ് ഓഫ് ഗെറ്റിംഗ് ഹർ ബാക്ക് ഇൻ മൈ ആംസ് ഇപ്പോഴും എനിക്കങ്ങോട്ട് ഐ കാൻറ്റ് ഗെറ്റ് ഓവർ ഇറ്റ്.
അബ്സല്യൂട്ട്ലി ഓ മൈ ഗോഡ് എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ഫീലുള്ള ഒരു മൂമെൻ്റ് ആയിരുന്നു. Oh, absolutely. I'm so happy to be reunited with them. ഇത് ലിജോയുടെ പപ്പയും മമ്മിയാണ്, അവരും ഉണ്ട് ഇത്തവണ നമ്മുടെ കൂടെ. സോ ഇറ്റ്സ് ജസ്റ്റ് സീയിങ് ദ ഹോൾ ഫാമിലി ബാക്ക് ടുഗെദർ. റയൻ ആണെങ്കിൽ ലിജോനെ കുറേ നാൾ കഴിഞ്ഞിട്ട് കാണുന്നു. ആൻഡ് റയനും സാറയും ഒരുമിച്ച് കാണുന്നു. അവരെ കണ്ടാൽ തമ്മിൽ തന്നെ അടിയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നപ്പോൾ അവർ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്തു. പിന്നെ ഭയങ്കര സ്നേഹപ്രകടനമൊക്കെയായിരുന്നു. I'd rather not give it to Dada for Mama. Good. You like this also? Yeah. Yay, so many gifts. So this and this. Yay, that's Ryan's gift to you. അങ്ങനെ അവരെത്തി. ജസ്റ്റ് സെറ്റിലിംഗ് ഇൻ ജെറ്റ്ലാഗ് ഒക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അവർക്കൊന്ന് സെറ്റിലും ചെയ്യാനായിട്ട്. പക്ഷെ നാട്ടിൽ നിന്ന് നമുക്കൊരു 2.5 hours ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എനിക്കൊന്ന് ഇന്ന് രാവിലെ അവളൊരു 10 o'clock ഒക്കെ വരെ ഉറങ്ങി. ലിജോ ആണെങ്കിൽ ഒത്തിരി ടയർഡാണ്. അപ്പോൾ അതൊക്കെ അല്ലാതെ കൈൻഡ് ഓഫ് സെറ്റിലിംഗ് ഇൻ. സോ ദാറ്റ്സ് ഗ്രേറ്റ് ആൻഡ് ഇറ്റ്സ് സോ ഗുഡ് ടു ഹാവ് ദം ബാക്ക്. ആൻഡ് വീടൊക്കെ കുറച്ചുകൂടി ഇന്ന് ഉണർന്ന പോലെയായി ഇപ്പം. അപ്പോൾ യെസ്, ദാറ്റ് വാസ് ദെയർ ലിറ്റിൽ ഹോം കമ്മിങ് വ്ളോഗ്. Hope you guys liked it. Thank you for watching. Bye bye.